عليكم واتقوا الله لعلكم ترحمون صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാവങ്ങളെല്ലാം മാപ്പ് ചെയ്ത് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാണ് നാം എല്ലാവരും. നമുക്കിന്ന് 1:15 നിർത്തണമെന്ന് വലിയ പ്രസംഗമൊന്നുമില്ല, ഒരു 2-3 ഉപദേശം. അള്ളാഹുവിനെ ഭയമുള്ളവർ സ്വീകരിക്കും, ഇല്ലാത്തവർ അവരവരുടെ സൗകര്യം പോലെ പ്രവർത്തിക്കും. എന്നോടും നിങ്ങളോടും മസ്ജിദ് ഇങ്ങോട്ട് കയറിയിരിക്കും, സഫുകളൊന്ന് കയറ്റിയിരുന്നോളെ, മോനെ ഇങ്ങോട്ട് കയറി, അവിടെ ഇങ്ങോട്ട് കയറി കുറച്ച് അടുത്തിരുന്നോളെയും. കറക്റ്റ് സമയത്ത് ഇൻഷാ അല്ലാഹ് നിസ്കാരം തീരും. ബഹുമാനപ്പെട്ട സഹാബാക്കൾക്കിടയിൽ നമ്മുടെ ഏറ്റവും വലിയ സമുദായമാണ് ഉമ്മത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ് ഏറ്റവും ഉത്തമമായ സമുദായം. കുന്തും ഖൈറ ഉമ്മത്തിൻ, ഖൈറ ഉമ്മത്ത് എന്നാണ് അള്ളാഹു നമ്മളെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ശ്രേഷ്ഠമാക്കപ്പെട്ട ഉമ്മത്താണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണ്, മുസ്ലിം സമുദായത്തിന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമ്മളെ നിയോഗിച്ചത്. എന്തിനാണ്? തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നന്മ ഉപദേശിക്കണം, തിന്മയെ വിരോധിക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള പാരസ്പര്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നന്മകളെക്കുറിച്ച് പറയാനും തിന്മകളെ വിരോധിക്കാനും ഒക്കെയാണ് അള്ളാഹു നമ്മളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. അതിനാണ് ഏറ്റവും വലിയ ഒരു ഖൈറുൽ ബഷർ. പ്രവാചകന്മാരിൽ ഉന്നതനും ഉത്കൃഷ്ടനും ശ്രേഷ്ഠനുമായ ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അള്ളാഹു നമുക്ക് തന്നതും അത് തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും നേതാവാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ അനുയായികളായ സ്വഹാബാക്കൾ, അള്ളാഹുവിൻ്റെ റസൂലിനെ നേരിൽ കണ്ടവർക്കാണ് ഈ സ്വഹാബത്ത് എന്ന് പറയുന്നത്. നബിയെ നേരിൽ കണ്ടവർക്കാണ് സ്വഹാബാക്കൾ എന്ന് പറയുന്നത്. ആ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 23 വർഷക്കാലം നേരിൽ കണ്ട് പ്രവർത്തിച്ചവരാണ്. ജീവിതത്തിൽ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ശണ്ടയും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കിടയിലും സ്വഹാബാക്കൾക്കിടയിൽ പോലും. ഇപ്പോൾ ഒരു സ്വഹാബിയുടെ കണക്കെടുത്ത് നോക്കിയാൽ അവർ മരണം വരെയും അങ്ങ് ഇബാദത്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു വർഷം ഫുള്ള് ഇബാദത്തായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ചർച്ച ചെയ്യുന്ന സമയത്ത് അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ അള്ളാഹ് ആയത്തിറക്കിയിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി ഇരിക്കുകയാണ്, നിങ്ങൾ ആരുടെ മുന്നിലുള്ള ശബ്ദം ഉയർത്തുന്നത്? അങ്ങനെ താക്കീത് വരെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി അങ്ങനെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തവരൊന്നും സഹാബാക്കളിലില്ല. അഭിപ്രായ സമന്വയം അത് സുന്നത്താണ്. അഭിപ്രായം പറയുക എന്നുള്ളത് സുന്നത്താണ്, അത് ഇസ്ലാമിനെതിരല്ല. അതിന് സ്വഹാബാക്കളായാലും ഔലിയാക്കളായാലും ആലിമീങ്ങളായാലും ആരിഫീങ്ങളായാലും ഉമറാക്കളായാലും ഉലമാക്കളായാലും അഭിപ്രായ സമന്വയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറയുക, എടുക്കുക എന്നുള്ളത് അതൊരു സുന്നത്തായ കാര്യമാണ്. അതെവിടെയായാലും നമ്മളത് ഉൾക്കൊള്ളണം, അംഗീകരിക്കണം. പക്ഷേ അഭിപ്രായങ്ങൾ പറയുകയും അതിൻ്റെ പേരിൽ ശണ്ട കൂടുകയും ചെയ്യുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെയാണ് വിഷയം. നമുക്ക് എവിടെയാണ് പ്രശ്നം? പിന്നെ പരസ്പരം ആക്ഷേപിക്കലും അവരെ കണ്ടാലും മിണ്ടാതിരിക്കലും അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ ഒരു പണ്ഡിതനാണ്, മുഫസ്സിറാണ്, തഫ്സീറിൻ്റെ വ്യാഖ്യാതാവാണ്, ഖുർആൻ്റെ വ്യാഖ്യാതാവാണ്. അദ്ദേഹത്തെക്കാട്ടിലും ഇൽമുള്ള ഒരു മനുഷ്യനാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. വലിയ പണ്ഡിതനാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചില മസ്അലകളിൽ, ഏകദേശം ഒരു 100 മസ്അലകളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത തർക്കങ്ങളാണ്. രണ്ടുപേരും തർക്കമാണ്. അദ്ദേഹം പറയുന്നതിന് അദ്ദേഹം അംഗീകരിക്കില്ല, അദ്ദേഹം പറയുന്നതിന് അദ്ദേഹം അംഗീകരിക്കൂല. മസ്അല വിഷയത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, പ്രതിപക്ഷം. അദ്ദേഹം ഇറങ്ങി ഒരു ദിവസം മദീനയിലേക്ക് വരുന്നു. ഒട്ടകത്തിൻ്റെ മുകളിൽ എന്തോ ഒരു മരണാനന്തര ചടങ്ങിന് ഇറങ്ങി വരുന്നു. അദ്ദേഹം വരുന്നത് കണ്ടിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ശത്രു, 2 സ്വഹാബാക്കളാണ്, പണ്ഡിതന്മാരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോയി
അതിൻ്റെ കടിഞ്ഞാൺ പിടിച്ചു കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടുവന്നു. ആരുടെ? തൻ്റെ പ്രതിയോഗിയുടെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചു. ഒരു ഖിദ്മത്ത്. തൻ്റെ എതിരാളിയാണ് വരുന്നത്, മസല വിഷയത്തിലാണ്, മറ്റു വിഷയങ്ങളിലല്ല. ഇസ്ലാമിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് മസല. അത് ഈ കുടുംബപരമായ മസലകൾ, അതിൻ്റെ വിഷയത്തിൽ, സ്വത്ത് സംബന്ധമായ വിഷയത്തിൽ, വറാസത്ത് സംബന്ധമായ വിഷയത്തിൽ ഏതോ ചില മസലകളുമായി യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ അദ്ദേഹം മുകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, യബ്ന അമ്മി റസൂലില്ല, റസൂലുള്ളാൻ്റെ പിതൃവ്യൻ്റെ മോനെ, നീ എന്നെ ഖിദ്മത്ത് ചെയ്യാണോ, നീ എന്നെ ആദരിക്കുകയാണോ? തൻ്റെ എതിരാളിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു, കുന്ന ഉമിർന, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു, അന്നഫഅല, ഞങ്ങൾ പ്രവർത്തിക്കാൻ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ, ഒരു ആലിമ്, ഒരു മഹാൻ എന്ന നിലയിൽ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അവിടെ ശത്രുത മനോഭാവത്തോടെ അല്ല നോക്കുന്നത്, നിങ്ങളുടെ ആ ഒരു പ്രായവും നിങ്ങളുടെ ഇൽമും മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ഇത് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചാണ്, എൻ്റെ ഹബീബ് പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നത്. തർക്കവും വിതർക്കവും ഒക്കെ മനസ്സിലുണ്ടാവും, പക്ഷേ ഇത് നബിതങ്ങൾ പഠിപ്പിച്ചാണ്. ഉടനെ അദ്ദേഹം ചാടി ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് മുത്തി. എന്നിട്ട് ആരാ? ശത്രുവിൻ്റെ കൈക്ക് പിടിച്ച് മുത്തി. ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതരുത് വാളെടുക്കുന്ന ശത്രുല്ലേ, ആഭ്യന്തര, അത് തന്നെയല്ലേ ഇൽമിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഒട്ടകപ്പുറത്ത് വന്ന സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്, അഹ്ലു ബൈത്തുകളെ കണ്ടാൽ അവരുടെ കൈക്ക് പിടിച്ച് മുത്താന്നുള്ളത് ഞങ്ങളോട് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അഹ്ലു ബൈത്താണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. ഇവർ രണ്ടുപേരും ശത്രുക്കളാണ്. അവസാനം കണ്ടുമുട്ടിയപ്പോൾ അവരുടെ സ്വഭാവം ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഈ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി മരണപ്പെട്ട് ഖബറടക്കിയതിന് ശേഷം ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ഈ പറയപ്പെട്ട വിരോധികൾ ഒരാൾ എഴുന്നേറ്റ് പറയാണ്, നമ്മൾ ഇവിടെ അടക്കം ചെയ്യപ്പെട്ട ഒരു വിജ്ഞാന കോശമാണ്, നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു വിജ്ഞാന കോശമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവും ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് 100 മസാലകൾ അഭിപ്രായ വ്യത്യാസം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അത് ഈ അനന്തരാവകാശ പ്രശ്നത്തിലുള്ള ചർച്ചകൾ മാത്രമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് 100 മസാലകളിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് യോജിക്കാൻ പറ്റാത്ത മസാലകളായിരുന്നു. ചർച്ചയും ബഹളവും വഴക്കും എപ്പോഴും. ഉമർ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ വന്നു, ഖിലാഫത്തിൽ കയറി, ഉമറിൻ്റെ ഭരണം. ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വിരോധിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ റളിയല്ലാഹു തആല അൻഹു കൂഫയിലെ ഭരണാധികാരിയാക്കി ഗവർണറായി നിയമിച്ചു. തൻ്റെ എതിരാളിയെ ഗവർണറായി നിയമിച്ചു. എന്നിട്ട് ആ നാട്ടിലുള്ള ജനങ്ങളോട് പറഞ്ഞു, ഇദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതിയിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ നാട്ടിൻ്റെ ഗവർണറാണ്, അദ്ദേഹം പറയുന്നത് പരിപൂർണമായി നിങ്ങൾ സ്വീകരിക്കണം. ഉമർ റളിയല്ലാഹു തആല 100 മസലയിൽ ഇദ്ദേഹത്തിനെതിരാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. എന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞു, അദ്ദേഹം നിങ്ങളുടെ ഗവർണറാണ്, അദ്ദേഹം പറയുന്നത് പരിപൂർണമായി നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്ന് ഒരു ഖലീഫ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നും പറഞ്ഞ് കത്തെഴുതി കൊടുത്തു വിട്ടു. അതോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു. നമുക്കറിയാലോ സിഫീൻ യുദ്ധം. നിങ്ങൾ വിചാരിക്കും നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ, നമ്മളാണ് ഈ അടിയും വഴക്ക് ഉണ്ടാക്കുന്നത്, നമ്മൾ തമ്മിലാണ് ഈ ചർച്ചകൾ, നമുക്കാണ് ഇങ്ങനെയൊക്കെ അധികാരമോഹം, അല്ലെങ്കിൽ നമുക്കാണ് ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ. സ്വഹാബാക്കൾക്കിടയിൽ ഇതെല്ലാം ഉണ്ടായതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലുള്ള സ്വഹാബാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്ത് എന്ന് പറഞ്ഞത്, സഹോദരങ്ങളെന്നാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അത് പരിഹരിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല, മുആവിയ അലി റളിയല്ലാഹു ഒരു വലിയ സംഘർഷം ഉണ്ടായി. യുദ്ധമാണത്, സിഫീൻ യുദ്ധം ചരിത്രത്തിൽ കാണാം. ഭയങ്കരമായ യുദ്ധം. അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു സഹാബാക്കളാണ്, സഹോദരങ്ങളാണ്. ആലോചിക്കണം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സഹോദരങ്ങളാണ്. ബർഗൻഡൈൻ ചക്രവർത്തി, റോമ സാമ്രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആൾ കത്തെഴുതി മുആവിയ റളിയല്ലാഹു അൻഹുവിന്, നിങ്ങളെ സഹായിക്കാൻ, അലിയുടെ തലയെടുത്ത് കൊണ്ടുവരാൻ ഞാൻ സൈന്യത്തെ നിയോഗിക്കാം.
അൻത അഹഖു ബിൽ ഖിലാഫ, നിങ്ങളാണ് ഇപ്പൊ ഖിലാഫത്തിന് യോജിച്ച ആള്, നിങ്ങളാണ് ഇപ്പൊ അധികാരത്തിലിരിക്കേണ്ട ആള്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പട്ടാളത്തെ അയക്കാം എന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞപ്പോ കത്ത് എഴുതി. ആര് കത്തെഴുതി? മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയയുടെ വിരോധിയാണ്, പ്രതിയോഗിയാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ ഒരുത്തനെ കണ്ടുവിടല്ലോ. ആ രീതിയിൽ നാം മയ്യത്തായ നിസ്കരിക്കാൻ വരും, കല്യാണത്തിന് വരും, ദുആയിൽ പങ്കെടുക്കാൻ വരും, ജമാഅത്ത് ഇമാമത്തിന് അതിലും കൂടും, ഇറങ്ങുമ്പം കണ്ടുവിടാ എന്നതുപോലെയുള്ള ആ ഒരു വിരോധം ഒന്ന് കൂട്ടിയാൽ മതി. എല്ലാത്തിലും പങ്കെടുക്കും, പക്ഷെ ബാക്കി ഇതും കാണുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു സിഫീൻ യുദ്ധമാണ്, അറിയാമല്ലോ, ഭയങ്കരമായ യുദ്ധമാണ് സംഭവം. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇന്നത്തെ ഈ പറയുന്ന പോലെ അമേരിക്കക്കാരന്മാർ ഇസ്രായേലുകാരോട് പറയുന്നത് പോലെ തന്നെ അടിച്ചോ ഞങ്ങൾ സഹായിച്ചോളാം എന്നൊക്കെ പറയുന്നത് പോലെ മുആവിയയോട് അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? ഇദ്ദേഹം കത്തെഴുതി, മിൻ അമീറിൽ മുഅ്മിനീൻ മുആവിയത്ത് ഇബ്നു അബീ സുഫ്യാൻ ഇലാ കൽബി റോമ. കൽബ്, റോമൻ സാമ്രാജ്യത്തിലെ പട്ടിക്ക് ഞാൻ കത്തെഴുതുന്നു. അലി എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരൻ്റെ കഴുത്തെടുക്കാൻ നിന്റെ സഹായം ആവശ്യമില്ല. നീ അങ്ങനെ പടയാളിയായിട്ട് വന്നാൽ നിന്റെ കഴുത്തെടുക്കാൻ ഞാനും അലിയും മുന്നിലുണ്ടാകും. പറഞ്ഞ വാക്കാണ്. സഹാബാക്കൾക്കിടയിൽ അതായിരുന്നു അവരുടെ ആ ഒരു സന്തോഷവും. നമ്മൾ എന്തിൻ്റെ പേരില്ല? നമ്മൾ മുസ്ലിങ്ങളാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ പുറകോട്ട് മാറാണ് പ്രസംഗിക്കാതെ. എന്തിന്? കുറേ പ്രസംഗം, പാതോരാത പ്രസംഗം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കും. കാരണം ചിലർ പറയുന്നു ഉറങ്ങാൻ നല്ല സുഖം ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടാൽ, ഏറ്റവും നല്ല മരുന്ന് അത് കഴിച്ചോളി, അൽഹംദുലില്ലാ. രാത്രി ഉറങ്ങാൻ നേരത്ത് നിങ്ങളും ഉപയോഗിക്കും, ഭാര്യയ്ക്കും കൊടുക്കും, സ്വസ്ഥമായിട്ട് കേട്ടോണ്ട് ഉറങ്ങിക്കോളി. അതാണ് ഏറ്റവും നല്ലത്. ഒരു ഫായിദയില്ലാതെ നമ്മൾ കിടന്ന് പ്രസംഗിക്കുന്നു, നമ്മുടെ സമുദായം അത് ഉൾക്കൊള്ളുന്നില്ല, നാണം കിടന്ന് ലോകം മൊത്തം. എനിക്ക് പിന്നെ പറയാനുള്ളത്, നമ്മൾ ഒരാൾ ഇനി എത്ര വലിയ വിരോധിയാണെങ്കിലും വ്യക്തിഹത്യ പാടില്ല. അത് ശത്രുവായാലും മിത്രമായാലും ഭരണകൂടമായാലും പ്രതിപക്ഷമായാലും. ഒരാളെ ആക്ഷേപിക്കുന്ന സാധാരണഗതിയിൽ നാവ് കൊണ്ടല്ല. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്, നമ്മളിവിടെ വെച്ച് പറഞ്ഞിട്ടങ്ങ് തീർക്കും. ഇപ്പോൾ ഒരു മൊബൈലിൽ അത് പിടിച്ച ലോകത്തിൻ്റെ കൈകളിലാണ് അത് കിട്ടുന്നത്. ഫാസിസ്റ്റുകളുടെ കൈകളിലാണ് അത് കിട്ടുന്നത്, നാസിസ്റ്റുകളുടെ കൈകളിലാണ് അത് കിട്ടുന്നത്, ഇസ്ലാമിൻ്റെ പ്രതിയോഗികളുടെ കയ്യിലാണ് അത് കിട്ടുന്നത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. ആരെയും ആയിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ പള്ളിയിലോ മദ്രസയിലോ വന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ലോകത്ത് മൊത്തം വ്യാപിപ്പിച്ചാൽ അതിലൂടെ നമ്മൾ സന്തോഷിക്കുമായിരിക്കാം. പക്ഷെ നാളെ നീ ദുഃഖിച്ചിട്ടേ മരിക്കുള്ളൂ. ആ മരണം കാണാൻ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് പറയും, ഒരു കാലഘട്ടത്തിൽ ഇന്നാളിനെ ഇന്ന സമുദായത്തെ ഇന്ന വ്യക്തിയെ ആക്ഷേപിച്ചവനാണ്. മുൻകാലഘട്ടങ്ങൾ നടക്കുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ട് പറയും, അയാൾ അങ്ങനെ ചെയ്ത ആളാണ്, ഇയാൾ ഇങ്ങനെ ചെയ്ത ആളാണ്. അതാണ് കിടന്ന് അറിയിക്കുന്നത്. ഇത് എൻ്റെ വാക്കല്ല, റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. നമ്മളൊരു സഹോദരന്റെ ഇസ്സത്തും അഭിമാനവും നാണം കെടുത്താൻ പരിശ്രമിച്ചാൽ അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കട്ടെ, അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നാലും അവനെ ഞാൻ ആക്ഷേപിക്കാതെ, സമുദായത്തിൻ്റെ മുന്നിലിട്ട് നാണം കെടുത്താതെ അവൻ്റെ റൂഹിനെ ഞാൻ പിടിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞതായി ഫീമാ യർവീഹി അൻ റബ്ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. നമ്മളാരെ ആക്ഷേപിക്കാൻ നമുക്ക് അവകാശം ഇവിടെ ഇല്ല. നമ്മളാരാ? നീ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ നീ സ്വന്തം ലൈറ്റ് അണച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ചിന്തിക്കണം, ഞാനാരാ? ഫത്തിഷ് നഫ്സക് ഖബ്ല അൻ തുഫത്തിഷ ഗൈറക്. നീ മറ്റൊരാളെ ഗവേഷണം നടത്തുമ്പോൾ അവനെ നീ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അവനെ നാണം കെടുത്താൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണം. അതാ ഉമർ അള്ളാന്റെ വാക്ക്. അതാണ്, നീ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിനക്കറിയാൻ പറ്റും നിന്റെ സ്വഭാവം എന്തായിരുന്നു. എനിക്ക് അർഹതയുണ്ടോ ഇങ്ങനെ ആക്ഷേപിക്കാൻ? എനിക്ക് അർഹതയുണ്ടോ ഇങ്ങനെ പരിഹസിക്കാൻ? ചിന്തിക്കി. നിങ്ങൾ എന്ത് കുറ്റവും എന്ത് പ്രശ്നവും നേരിട്ട് വന്ന് സംസാരിച്ചോളേ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലിട്ട് അത് പാരസുകാരുടെ കയ്യിൽ കിട്ടി, ആർക്കാ നാണക്കേട്? എനിക്ക് നാണക്കേടൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ഇന്ന് ഇമാമ്, നാളെ വേറൊരു പള്ളി, മരിക്കുന്നവരെ നമ്മൾ ഈ ദഅവത്തിലായിരിക്കും. അതെല്ലാവർക്കും അറിയാം. നമ്മൾ കുറ്റക്കാരുമല്ല. പിന്നെ നിങ്ങളുടെ ജമാഅത്തിനാണ് അത് ആക്ഷേപം. അതാരാക്ഷേപിച്ചാലും നിങ്ങളുടെ ജമാഅത്തിനാണ് ആക്ഷേപം. അത് ആരുടെ കയ്യിൽ കിട്ടിയാലും ആ നാണക്കേട്. മണക്കാട് ജമാഅത്ത് നാളെ ഗൾഫിൽ നിൽക്കുന്നവനായാലും, ലോകത്തിൻ്റെ എവിടെ സ്ഥലം, തിരുവനന്തപുരത്ത് എവിടെ വീട്, മണക്കാട്, അവിടെയാണല്ലോ പ്രശ്നം. നിങ്ങൾ കേട്ടോ, മണക്കാട് ജമാഅത്തിലെ ഉസ്താദാ, ഞാൻ കുറേ കേൾക്കുന്നുണ്ട്. ഞാൻ പറയും, ഹബീബെ എല്ലാ പള്ളിയിലും ഉള്ളതാ, നമ്മുടെ ജോലി തന്നെ. പിന്നെ നമുക്കുമായിട്ട് ബന്ധമില്ല, കമ്മിറ്റിക്കാർ, നാട്ടുകാർ. യാ അല്ലാ മാസൽ. ശരിയാ ഉസ്താദെ, ഖലാസ്, നമ്മൾ തീർന്നു, നമ്മൾ അടിസലാമത്തായി. നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോയിലൂടെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ആരും പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ, രണ്ടിനോടും എനിക്ക് യോജിപ്പില്ല. ഞാൻ ആർക്ക് സപ്പോർട്ട്, വല്ലാഹി
എൻ്റെ പ്രസംഗം കേൾക്കുമ്പം അവർക്ക് സപ്പോർട്ട് ചെയ്യും. വല്ലാഹി ആണയിട്ട് അതിനപ്പുറത്തൊന്നുമില്ല. ഈ മിമ്പറിൻ്റെ മുന്നിലിരുന്ന് എനിക്ക് ഒരാളോടും മമതയില്ല. എനിക്കെൻ്റെ സമുദായത്തോടെയാണ് താല്പര്യം. എൻ്റെ മഹല്ല് നിവാസി, ഞാനൊരു പള്ളിയിലെ ഖത്തീബ് എന്ന നിലയിൽ എൻ്റെ മഹല്ല് നിവാസികളോടാണ്. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ എൻ്റെ മഅ്മൂമിങ്ങൾ, എന്നെ പിൻപറ്റുന്നവരാണ്. ഞാനിപ്പോൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയാൽ ഇവിടെ പ്രതിപക്ഷമുണ്ട്, ഇവിടെ ഭരണപക്ഷമുണ്ട്, എല്ലാവരും അതേപോലെ സ്വീകരിക്കുന്നവരാണ്. ഞാൻ ആ ഒരു നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. വല്ലാഹി ആണയിട്ടു, അനാവശ്യമായി വല്ലാഹി കൊണ്ട് ആണയിടാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസം മെമ്പറിലിരുന്ന് നിങ്ങൾ ആണിട്ട് പറഞ്ഞു എനിക്കൊരു പ്രത്യേകമായ ഒരു ഭരണപക്ഷത്തിനോടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടോ എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകത മമതയൊന്നുമില്ല. മസ്ലഹത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കലാണ് എൻ്റെ ബാധ്യത, സ്വീകരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ പരസ്പരമായി വിഴുപ്പലക്കൽ നിങ്ങൾ ഒഴിവാക്കണം. പലരുടെ കൈകളും കിട്ടും. ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അധികാരത്തിൽ ആര് വരുന്നു നമുക്കറിയില്ല. ഇനി എന്തായിരിക്കും നമ്മുടെ അവസ്ഥയും നമുക്കറിയില്ല. അപ്പം നമ്മൾ തമ്മിൽ കിടന്ന് ഈ അടിച്ച് കടിച്ച് കീറി മറ്റുള്ളവർക്ക് ചിരിക്കാനൊരു വഴി ഉണ്ടാക്കാതെ എന്തെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ വേണേൽ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാ. സമുദായത്തെ നാണം കെടുത്താതെ ഒരു പരിഹാര മാർഗം കണ്ടെത്തി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.